ഹായ് ഹലോ, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാത്രിയിലെടുക്കുന്ന വീഡിയോ കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ദന്തപാല. ഇവിടെ അടുത്ത വഴിയരികിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്ന് നമ്മൾ ചെയ്ത് നോക്കിയപ്പം കറക്റ്റ് ദന്തപാലയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഇതിൻ്റെ ഇലയൊക്കെ പറിച്ച് എടുക്കുകയാണ്. എന്നിട്ടത് ചെറുതായിട്ട് കീറിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ദന്തപാലയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇതിങ്ങനെ ഇല പറിച്ചെടുക്കുമ്പോൾ അതിൽ കറ വരും. അങ്ങനെ നമുക്കിത് ദന്തപാലയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. വെട്ടുപാല, ദന്തപാല എന്നൊക്കെ ഇതിനെ അറിയപ്പെടാറുണ്ട്. ഈ ഇല പറിച്ചെടുത്ത് ഒരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് ഡിപ്പ് ചെയ്ത് വെക്കണം. ഞാനിവിടെ പാരഷൂട്ടിൻ്റെ കോക്കനട്ട് ഓയിലാണ് എടുത്തത്. എന്നിട്ടിത് നമ്മൾ ഒരു 7 ദിവസമോ 15 ദിവസമോ നല്ലതുപോലെ വെയിൽ കൊള്ളിക്കണം. അങ്ങനെയാണ് ഈ ഒരു ഓയിൽ എടുക്കുന്നത്. അടുത്ത ദിവസം പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ നമ്മൾ വെയിലത്ത് കൊണ്ടുവച്ച് നമ്മൾ രാത്രി വെച്ചപ്പോൾ തന്നെ ഇത് ഇത്രയും ഇങ്ങനെയായി. അപ്പം ഇങ്ങനെ നമ്മളിത് 7 ദിവസമോ 15 ദിവസമോ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ സത്ത് മുഴുവനും ഈ വെളിച്ചെണ്ണയിലാക്കണം. അങ്ങനെയാണ് നമ്മളിതിൻ്റെ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ത്വക്ക് രോഗങ്ങൾക്കും സോറിയാസിസിനും താരന് അങ്ങനെ എല്ലാത്തിനും, ഒട്ടുമിക്ക എല്ലാ ചൊറിച്ചിലിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലും നമുക്ക് തേക്കാം, അതേപോലെ തന്നെ തലയിലും തേക്കാം. അപ്പം ഒരു ഓൾ ഇൻ വൺ ഓയിലാണ് ഈ ദന്തപാല ഓയിൽ. അപ്പം നിങ്ങൾക്ക് ഇത് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഓയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി യൂസ് ചെയ്യരുത്, ആഴ്ചയിൽ 2 വട്ടം വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം മൈൽഡായിട്ടുള്ള ഷാമ്പൂ അല്ലെങ്കിൽ താളിയോ പയറുപൊടിയോ ഉപയോഗിച്ച് തല കഴുകി എടുക്കാം.